അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. വൈദാ മറർത്തും ബിരിയാദിൽ ജന്നത്തി ഫർതഉ, സ്വർഗത്തിൻ്റെ തോപ്പുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള റിയാദുൽ ജന്ന, സ്വർഗത്തിൻ്റെ തോപ്പാണ് ഇൽമിൻ്റെ മജ്ലിസ്. സ്വർഗത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ മനുഷ്യൻ കേൾക്കുമ്പോൾ അതിലൂടെയാണ് ഏറ്റവും വലിയ ആസ്വാദനം ഉണ്ടാകേണ്ടത്. ആ ആസ്വാദനം ഇത്തരം സദസ്സുകളിൽ നിങ്ങൾ നേടിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പം അങ്ങനെയുള്ളവർ സ്വർഗത്തോപ്പെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സദസ്സാണ് നമ്മുടെ ഇൽമിൻ്റെ സദസ്സ് എന്നുള്ളത് കൊണ്ട് ആ ഒരു നല്ല നിയ്യത്തോടു കൂടി തന്നെ എല്ലാവരും ഉണ്ടാകണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ റമദാനുകളും കടന്നു വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അല്ലാഹു തആല മനുഷ്യൻ്റെ മുമ്പിൽ ചെയ്തു കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് റമദാൻ എന്ന് പറയുന്നത്. ഓരോ റമദാനുകളും കടന്നു വരുമ്പോൾ അത് നോമ്പ് നിർവഹിക്കാനുള്ള ഒരു മാസമാണ് എന്നതിനപ്പുറം, നോമ്പ് നിർവഹിക്കാനുള്ള മാസം തന്നെയാണ്, അതോടൊപ്പം മറ്റു ചില ചിന്തകൾ കൂടി നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സജീവമായി ദഅവ സംരംഭങ്ങളിലും പള്ളികളിലെ ഇഅ്തികാഫുകളിലും തറാവീഹ് നമസ്കാരങ്ങളിലും നോമ്പ് തുറകളിലും മറ്റു എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അതിൽ നമ്മുടെ വാപ്പമാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്, ജ്യേഷ്ഠ അനുജ സഹോദരന്മാരുണ്ട്. അവരെല്ലാവരും യാത്രയായി. നമ്മളുമുണ്ട് ഈ ഭൂമിയിൽ, അവരുമുണ്ട്. അവർ ഭൂമിക്കടിയിലാണ്, നമ്മൾ ഭൂമിക്ക് മുകളിലാണ്. അല്ലാഹു തആല ഈ ഭൂമിയെ സംവിധാനിച്ചത് അങ്ങനെയാണ്. അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വ അംവാത, ഈ ഭൂമിയെ നാം ഉൾക്കൊള്ളുന്നതാക്കി തന്നിട്ടില്ലേ, ജീവനുള്ളവരെയും ജീവനില്ലാത്തവരെയും. അപ്പം ചില ആളുകളൊക്കെ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. അപ്പോൾ റമദാൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും ആ ഒരു ചിന്തയാണ്, ഇനി ഒരു റമദാൻ വരുമ്പോൾ ഞാൻ ഉണ്ടാകുമോ? ഈ റമദാനിൽ തന്നെ നമുക്ക് എത്രത്തോളം ജീവിച്ചിരിക്കാനും റമദാൻ വരെ എത്തുമോ എന്ന് പോലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു രംഗം കൂടിയാണ്. ഓരോ ദിവസത്തെയും സൂര്യാസ്തമയങ്ങൾ നമ്മോട് പറയുന്നത് നീ നിന്റെ അവസാനത്തിലേക്ക്, അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഓരോ റമദാനുകളും കടന്നു വരുമ്പോൾ നമ്മെ അത് അറിയിക്കുന്നത് പ്രായം കൂടുകയല്ല, അള്ളാഹ് നിശ്ചയിച്ച ഉള്ള പ്രായം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പല സാഹചര്യങ്ങളിലും അവനിൽ അബദ്ധങ്ങളും തിന്മകളും തെറ്റുകളും പാപങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പൈശാചികമായ പ്രേരണകളും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും മനസ്സിൻ്റെ ഇച്ഛകളും താല്പര്യങ്ങളും എല്ലാം തിന്മകൾക്ക് കാരണമാണ്. ഏത് തിന്മകൾ സംഭവിച്ചാലും അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുമ്പിൽ അവസരങ്ങൾ കൊടുക്കുന്നത് ഈ നിലയ്ക്ക് ചിന്തിക്കാനും ഒന്ന് മാറി പ്രവർത്തിക്കുവാനും വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ റമദാനിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്കറിയാലോ, കഴിഞ്ഞ വർഷം നമ്മുടെ തലയിൽ നിരക്കാത്ത പല മുടികൾ ഇപ്പം നിറച്ചു തുടങ്ങി. കഴിഞ്ഞ വർഷമില്ലാത്ത പല വേദനകളും ഇപ്പോൾ കാൽമുട്ട് വേദനയായും തണ്ടൽ വേദനയായും നമുക്ക് വന്നു തുടങ്ങി. കഴിഞ്ഞ വർഷത്തിൽ നാം രോഗികളല്ലാത്ത പല ആളുകളും ഇപ്പോൾ രോഗികളായി. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയി അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുക, അവർക്ക് അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ റമദാനുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഇത്തരം ചിന്തകളൊക്കെ വരേണ്ടതുണ്ട്. ജീവിതം ചിട്ടപ്പെടുത്താനും ജീവിതത്തിലൊരു മാറ്റം വരുത്താനും. കാരണം മനുഷ്യരാണ്, നമ്മളാരും മലക്കുകളല്ല. അതുകൊണ്ട് തന്നെ അവനിൽ ഒരു തിന്മ, പാപം ദിനേന എന്നോണം ചെറുതും വലുതും രഹസ്യമായും പരസ്യമായും സംഭവിക്കുമ്പോൾ അല്ലാഹു തആല മനുഷ്യനോടുള്ള അങ്ങേയറ്റത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ് എന്ത്, അവൻ്റെ മുമ്പിൽ ഇത്തരം അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഒന്ന് മാറി ആത്മാർത്ഥമായി തൗബ ചെയ്ത്, അങ്ങനെ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ട്? വഇന്നീ ലഗഫാറുൻ ലിമൻ താബ്, തൗബ ചെയ്യുന്നവന് പുറത്തു കൊടുക്കുന്നവനാണ് ഞാൻ.
ഗാഫിറുദ്ദംബി വ ഖാബിലു തൗബി, അല്ലാഹു തആല പാപം പൊറുക്കുന്നവനാണ്, തൗബയെ സ്വീകരിക്കുന്നവനാണ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞ് നമ്മോട് അള്ളാഹ് ഇങ്ങോട്ട് പറയാണ്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല, അള്ളാഹിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. പ്രത്യേകിച്ചും അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞല്ലോ സൂറത്ത് സുമറിൽ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ആ പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹിന്റെ കാരുണ്യം എത്രമാത്രമാണ് എന്ന്. യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ അടിമകളെ. എല്ലാവരും അള്ളാഹിന്റെ അടിമകളാണ്. ഇനി ആ അടിമകളിൽ അള്ളാഹ് ആരെയാ വിളിക്കുന്നത്? ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തിന്മകളിൽ സ്വന്തം കാര്യത്തിൽ അതിരുകവിഞ്ഞ ആളുകൾ. അപ്പൊ തിന്മ ചെയ്തവരാണ്. തിന്മ ചെയ്തു എന്ന് മാത്രമല്ല, വലിയ തിന്മയാണ് ചെയ്തത്. ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹ് വിളിച്ചത് യാ ഇബാദി, എൻ്റെ അടിമകളെ. എന്നിട്ട് റബ്ബ് പറഞ്ഞ വാക്കെന്താ? ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അപ്പൊ നമുക്ക് ആ റബ്ബിലേക്ക് മടങ്ങാനുള്ള ഇത്തരം വലിയ അവസരങ്ങൾ കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ഇബാദത്ത് നമുക്ക് നിർവഹിക്കാൻ ഉതകുന്ന മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള ശുദ്ധീകരണങ്ങൾ വരുത്തിക്കൊണ്ടു വേണം നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. അതിൽ ഒന്ന് തൗഹീദിന്റെ മേഖലയാണ്. ഞാൻ ആ ഭാഗം കൂടുതലായി പറയുന്നില്ല. ശിർക്കോടുകൂടി, ശിർക്കിന്റെ വിശ്വാസങ്ങൾ, അത് ചെറുതോ വലുതോ ഏതോ ആകട്ടെ, അതുമായിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, അമലും, ശിർക്ക് ചെയ്ത കർമ്മങ്ങൾ തകർന്നു പോകും. അതുകൊണ്ട് യഥാർത്ഥ അഖീദ നമ്മൾ ശരിപ്പെടുത്തി നല്ല തൗഹീദിന്റെ ആളുകളായിട്ട് വേണം ഏത് കർമ്മവും ചെയ്യാൻ. അത് നോമ്പെന്ന് മാത്രമല്ല, ഏത് ഇബാദത്താണെങ്കിലും ശരി. രണ്ടാമത്തേത്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇബാദത്ത് സ്വീകരിക്കാൻ നിബന്ധനയായിട്ടുള്ള കാര്യങ്ങൾ. സുപ്രധാനമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. രണ്ടാമത്തൊരു കാര്യമാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും പിണക്കത്തിലാണ്, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ തെറ്റിലാണ്, സംസാരിക്കുന്നില്ല അവർ ദിവസങ്ങളായിട്ട്. അയൽവാസികൾ തമ്മിൽ പിണക്കത്തിലാണ്, സുഹൃത്തുക്കളും കൂട്ടുകാരും തമ്മിൽ അവർ തെറ്റിലും പിണക്കത്തിലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും മനുഷ്യന്റെ കർമ്മങ്ങൾ എന്നിലേക്ക് ഉയരുന്നു, അല്ലാഹു തആലയിലേക്ക് ഉയരുന്നു. അങ്ങനെ കർമ്മങ്ങൾ ഉയരുമ്പോൾ ചില ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു തആല പറയുന്നുണ്ട്, അവരെ വിട്ടേക്കൂ, അവരുടെ കർമ്മം വേണ്ട. അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ബൈനഹു വ ബൈന അഖീഹി ഷഹനാ, രണ്ട് സഹോദരന്മാർക്കിടയിൽ പിണക്കമുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ കർമ്മം അള്ളാഹുവിന് വേണ്ട. ഹത്താ യസ്തരിഹ, അവർ രണ്ടുപേരും സന്ധിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ പിണക്കം തീരണം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഞാൻ സൂചിപ്പിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ പല ആളുകളുമായി നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങളായിരിക്കാം, ചെറിയ കാരണങ്ങളായിരിക്കാം. അതിൻ്റെ പേരിൽ ദിവസങ്ങളോളം മിണ്ടാതെ നടക്കുന്ന ആളുകൾ, വാശി എല്ലാവരും മാറ്റിവെച്ച് ഒന്ന് താഴ്ന്നാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, ചിലപ്പോൾ അവൻ്റെ ഭാഗത്തായിരിക്കാം തെറ്റ്. ഏതായാലും ശരി, അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ താഴ്ന്നാൽ അള്ളാഹ് അവൻ്റെ പദവികൾ ഉയർത്തുമെന്നാണ്. അപ്പോൾ പിണങ്ങി നിന്നും മിണ്ടാതെ നടന്നും അങ്ങനെ നടക്കുന്ന ആളുകൾ റമദാനിലേക്ക് പ്രവേശിച്ച് നോമ്പെടുത്താലും അവൻ്റെ ഇബാദത്ത് റബ്ബിലേക്ക് ഉയരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന ഒരു കാര്യവും നോമ്പിന് മുമ്പ് ഉണ്ടാകാൻ പാടില്ല, നോമ്പിനിടക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് നമ്മുടെ എല്ലാം ശുദ്ധീകരണമാണ്. അത് നോമ്പെന്ന് മാത്രമല്ല, ഏത് ഇബാദത്തും, നമസ്കാരമാകട്ടെ, ഹജ്ജാകട്ടെ, സകാത്താകട്ടെ. ഇപ്പൊ ഹജ്ജിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, തസവ്വദു, നിങ്ങൾ ഹജ്ജിന് വേണ്ടി എല്ലാ ഒരുക്കവും നടത്തണം. വസ്ത്രം ഒരുക്കണം, ഭക്ഷണത്തിന് ആവശ്യമായ പണം ഒരുക്കണം, പോകാനുള്ള മറ്റു സാമഗ്രികൾ ഒരുക്കണം. ഇതെല്ലാം ആവശ്യമാണ്. തസവ്വദു. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടത് തഖ്വയാണ്. അപ്പൊ ആ ഹജ്ജിന്റെ ലക്ഷ്യം തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മയിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്ന് മനുഷ്യനെ നമസ്കാരം തടയുന്നു. സകാത്ത് എന്തിനാണ്? അതിലൂടെ അവരെ തസ്കിയത്തും തത്ഹീറും ശുദ്ധീകരണവും സംസ്കരണവും നടത്തുന്നു. എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം അതാണ്. ഏത് കർമ്മത്തിനും ബാഹ്യമായ ചില രൂപങ്ങളുണ്ട്, അത് ബാഹ്യമായ രൂപങ്ങളാണ്. എന്നാൽ അതിന് ആത്യന്തികമായ ഒരു ചൈതന്യം, ഒരു വെളിച്ചമുണ്ട്. അതെന്താ? മനുഷ്യന്റെ സംസ്കരണവും ശുദ്ധീകരണവുമാണ്. നമസ്കാരവും അതിനു വേണ്ടിയുള്ളതാണ്, നോമ്പും അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ റമദാൻ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഉപയോഗപ്പെടുത്തണം. അത് റമദാനിന് മുമ്പ് തന്നെ ആ നിലക്കുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. മോശമായ വാക്കും പ്രവർത്തനവും ഒരാൾ ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യം അല്ലാഹുവിനില്ല.
വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എല്ലാ റമദാനുകളും വരുമ്പോൾ ഖുതുബകളിൽ നമ്മൾ കേൾക്കുന്ന ഹദീസുകളാണ്. പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്, ലൈസ സിയാമു മിനൽ അക്ലി വശുർബ്, ഒരാൾ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയാൽ അല്ല നോമ്പ്, അത് മാത്രമല്ല നോമ്പ്, മറിച്ച് ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസ്, മോശമായ മ്ലേച്ഛമായ വൈകാരികമായ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരാൾ ചീത്ത പറയാൻ പോലും വന്നാൽ പോലും തിരിച്ചു പറയാത്ത നിലക്ക് മൗനം പാലിക്കുന്ന, അത്രയ്ക്ക് ശ്രദ്ധ കാണിക്കുന്ന, അങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഇബാദത്താണ് നോമ്പ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഅ്, എത്ര നോമ്പുകാരാണ് ആ നോമ്പിലൂടെ അവൻ വിശപ്പ് സഹിച്ചു എന്നുള്ളതല്ലാതെ യാതൊന്നും അവന് നേടാൻ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ശുദ്ധീകരണത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ആയുസ് പരിമിതമാണ്. ആയുസ് എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇനി ആയുസ് ഉണ്ടെങ്കിൽ തന്നെ അത് ആരോഗ്യത്തോടു കൂടി എത്ര കാലം നിലനിൽക്കും അതും പറയാൻ സാധ്യമല്ല. ഒരുപാട് രോഗികൾ നമ്മൾ അറിയുന്ന പെട്ടെന്ന് രോഗികളായി തീരുന്ന, അത് പെട്ടെന്ന് കിടപ്പിലാവുകയാണ്. ഭക്ഷണം പോലും സ്വന്തമായി കഴിക്കാൻ കഴിയാതെ, ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ സ്വന്തമായി കടക്കാനും നടക്കാനും കഴിയാതെ, മറ്റുള്ളവരുടെ അവലംബവും സഹായവും അനിവാര്യമായി വരുന്ന, അതൊക്കെയാണ് മനുഷ്യന്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഉള്ള ആരോഗ്യ സമയത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമുക്ക് എന്തൊക്കെ സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ സാധ്യമാണോ അതൊക്കെ ചെയ്യുക. അതിനുള്ള ഒരു അവസരമാണ് അള്ളാഹു തആല റമദാൻ ആയിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ ദാന നഫ്സഹു, തന്നെ റബ്ബിന് വേണ്ടി കീഴ്പ്പെടുത്തി കൊടുത്തവനാണ്. തൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിന് വേണ്ടി, ആ റബ്ബ് പറയുന്നത് പോലെ അവനാണ് ബുദ്ധിമാൻ. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആരാണോ അധ്വാനിക്കുന്നത് അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. എന്നാൽ ദുർബലൻ ആരാണ്? വിവരം കുറഞ്ഞവൻ ആരാണ്? ഇച്ഛകളുടെ പിന്നാലെ അതിൻ്റെ പിറകെ മാത്രം പോയിക്കൊണ്ടിരിക്കുന്നവൻ, എന്നിട്ട് കർമ്മങ്ങളൊന്നും ചെയ്യാതെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ. വെറുതെ തമന്ന, ആഗ്രഹങ്ങളുമായി നടക്കുക. അപ്പോൾ അതൊന്നും അല്ല നമ്മിൽ വേണ്ടത്. അധ്വാനമാണ്, കർമ്മങ്ങൾ ചെയ്യലാണ്, നല്ല നിയത്തോടു കൂടി ചെയ്യലാണ്, നല്ല മനസ്സോടു കൂടി ചെയ്യലാണ്, സ്വർഗം എന്ന ലക്ഷ്യം മറക്കാതെ ജീവിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ നൽകുന്നത് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. റമദാൻ ആയാലും റമദാൻ അല്ലാത്ത മറ്റു ഇബാദത്തുകളായാലും നമ്മൾ ഒരിക്കലും പാപികളായി മരിച്ചു പോകാൻ പാടില്ല. പാപം പേറിക്കൊണ്ടൊരാൾ മരിച്ചു പോയാൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. മരിക്കുന്നതിന് മുമ്പ് പാപം ഇല്ലാത്ത മരണം നമുക്ക് സാധ്യമാകണം. മനുഷ്യനോ സ്വാഭാവികമായും തെറ്റ് ചെയ്യുന്നവനാണ്, അത് അവനിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അത് ക്ലിയർ ചെയ്യാനുള്ള മാർഗം റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ അത് ആ റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാകുന്നു റമദാൻ. ആ അനുഗ്രഹമാണ് റമദാനിലെ നോമ്പ്. അതുകൊണ്ട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇത്രയും പരിശുദ്ധമായ ആ റമദാനിനെയും ആ റമദാനിൽ നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകളെയും ഒരിക്കലും നമ്മൾ ചെറിയ കാര്യമായോ നിസ്സാരമായോ കാണാതെ അതിനെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുക. അതോടൊപ്പം നമ്മൾ തീരുമാനമെടുക്കുക, എനിക്ക് റമദാനിനെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തണം. കാരണം അത് അത്രമാത്രം ഗുണകരമായ കാര്യമാണ്, അത്രമാത്രം മഹത്വമുള്ള ഒരു മാസമാണ്, അത്രമാത്രം മഹത്വമുള്ള ഇബാദത്താണ്. ഇനി അത് എൻ്റെ ജീവിതത്തിൽ എത്ര കയറി വരും എനിക്കൊരിക്കലും പറയാൻ സാധ്യമല്ല. റമദാനുകൾ ഇനിയും വരും, പക്ഷെ നമ്മൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റമദാൻ മാസത്തിൻ്റെ മഹത്വങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഏതാനും ചില കാര്യങ്ങൾ മാത്രം വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഉണർത്തുകയാണ്. കാരണം അതിൻ്റെ മഹത്വം അറിയുമ്പോഴാണ് നമ്മൾ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തും നമുക്ക് ബോധ്യപ്പെടുക. ഏതൊരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ആ ജോലിക്ക് കിട്ടുന്ന ശമ്പളം, അതിൻ്റെ ബോണസ്, അലവൻസ്, മറ്റുള്ള ലീവ് കാര്യങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ ജോലിയിൽ കയറുക. അതൊരു ഗുണകരമാകാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ അതിനേക്കാൾ മറ്റു ജോലിയിൽ നമ്മൾ വേറെ കയറും. അല്ലാഹു തആല നമ്മൾ ചോദിക്കാണ്ട് ഇങ്ങോട്ട് പറഞ്ഞു തരിക, റമദാൻ ഇങ്ങനെയാണ്, റമദാൻ ഇങ്ങനെയാണ്, അതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആ റമദാൻ്റെ ഒന്നാമത്തെ സവിശേഷത, മനുഷ്യകുലത്തിൻ്റെ സന്മാർഗത്തിന് ആവശ്യമായ എല്ലാ വേദഗ്രന്ഥങ്ങളും റമദാനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഖുർആൻ മാത്രമല്ല, സുഹഫ് ഇബ്രാഹിം റമദാൻ മാസത്തിലാണ്. അതേപോലെ തന്നെ മൂസാ നബിയുടെ ഏടുകൾ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടുകൾ റമദാൻ മാസത്തിലാണ്. സബൂർ റമദാൻ മാസത്തിലാണ്. തൗറാത്ത് റമദാൻ മാസത്തിലാണ്. ഇഞ്ചീൽ റമദാൻ മാസത്തിലാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാൻ സാധിക്കും. ഖുർആനെ കുറിച്ചുള്ള പരാമർശം മാത്രമേ ഉള്ളൂ. അതാണ് ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മനുഷ്യന്റെ സന്മാർഗ ഗ്രന്ഥമായ, സത്യാസത്യ വിവേചന ഗ്രന്ഥമായ ഖുർആനിന്റെ അവതരണം.
അത് റമദാനിലാണ്. അപ്പം അത് റമദാനിലായി എന്നുള്ളതാണ് റമദാൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ആ റമദാനായി കഴിഞ്ഞാൽ എല്ലാ ഖുതുബകളും നമ്മൾ കേൾക്കുകയാണ്. നരക കവാടം അടക്കപ്പെടും, സ്വർഗ കവാടം തുറക്കപ്പെടും, എല്ലാ റഹ്മത്തിന്റെ മേഖലകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു തരും. മറ്റു ചില ഹദീസുകളിൽ ആകാശ കവാടങ്ങൾ തുറക്കപ്പെടും, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. അങ്ങനെയൊക്കെ പല നിലക്കുള്ള ഹദീസുകൾ. അത് എന്തിനാണെന്നറിയോ? അത്രയും മഹത്വമുണ്ട് ആ റമദാനിന്. അതിനെ നീ ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള അറിവിലേക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നേടാൻ കഴിയാത്ത അത്രയും മഹത്വമുള്ള വലിയ അതായത് ഏതാണ്ട് 84 വർഷത്തോളം നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ പ്രതിഫലം കരസ്ഥമാക്കാവുന്ന ഒരു രാത്രി. അത് വേറെ ഒരു രാത്രിക്കും ആ മഹത്വമല്ല. ഈ രാത്രി വേറൊരു മാസത്തിലും ഇല്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനാകുമ്പോൾ സ്വഹാബികൾ അങ്ങനെ ഒരുമിച്ച് കൂട്ടും. ഇതിനകത്ത് ഉപദേശം കൊടുക്കുകയാണ്. അഹ്ലൻ റമദാൻ എന്നുള്ള പേരില്ല എന്നേ ഉള്ളൂ. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ദഖല റമദാൻ, റമദാൻ വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദാ അശ്ശഹ്റ ഖദ് ഹളറകും, ഇതാ നിങ്ങളിലേക്ക് ഈ മാസം വന്നിരിക്കുന്നു. അപ്പൊ ഈ മാസം വരുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അതിനെ മഹത്വം ജനങ്ങളെ പഠിപ്പിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ ഖൈറായ രാത്രിയാണ്. മൻ ഹുരിമഹാ, ആർക്കെങ്കിലും അത് നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ല, എല്ലാ ഖൈറും അവന് നഷ്ടപ്പെട്ടു. വലാ യുഹറമു ഖൈറഹാ ഇല്ലാ മഹ്റൂം, അതിന്റെ ഖൈർ നഷ്ടപ്പെടുകയില്ല ആർക്കല്ലാതെ? ഹതഭാഗ്യനല്ലാതെ. തീരാ നഷ്ടം സംഭവിച്ചവനാണ് അവൻ, വലിയ നഷ്ടം സംഭവിച്ചവനാണ് അവൻ. കാരണം 184 കൊല്ലത്തെ അധ്വാനത്തിന്റെ ഫലം ഒരൊറ്റ രാത്രി കൊണ്ട് നേടാൻ സാധിക്കുക. അപ്പോൾ ആ അവസാന രാത്രികളിൽ ആ ഏതെങ്കിലും കുറച്ച് എന്താണ് ഉള്ളത് അതൊന്ന് സ്വതക്ക കൊടുക്കുക. ഒരു ദിവസം ഒരു 250 ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ 10 ദിവസം അത് ഉപയോഗപ്പെടുത്തിയ അത് 84 83 കൊല്ലത്തെ പ്രതിഫലമായി. കുറച്ചു നേരം ഖുർആൻ ഓതുക, കുറച്ചു നേരം ഞാൻ കുറച്ചെന്ന് പറഞ്ഞത് മിനിമം ഒരു കാര്യം പറഞ്ഞതാ. അപ്പൊ എത്രത്തോളം നമുക്ക് ആ രാത്രികളെ ഏതെല്ലാം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ അത് ഉപയോഗപ്പെടുത്തണം. ആ മഹത്വം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു. അതൊരാൾക്ക് നഷ്ടപ്പെട്ടാലോ അപ്പോൾ അവനാണ് ഏറ്റവും വലിയ നഷ്ടകാരി. അതേപോലെ തന്നെ റമദാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മുടെ തിന്മകൾ അവിടെ ബാക്കിയായിരിക്കാൻ പല ആളുകളും ദുആക്ക് വേണ്ടി സമയം പോലും കാണാത്ത ചില ആളുകളുണ്ട്. എന്നാൽ റമദാന്റെ സവിശേഷത, അപ്പൊ ഏത് മാസത്തിലും എപ്പോൾ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും. എന്നാൽ റമദാനിൽ നിങ്ങൾ ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് നിർബന്ധമായും ഉത്തരം കിട്ടും. അത് പറയാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൽ നോമ്പിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്ന ആയത്തുകൾ അതിനിടക്ക് അല്ലാഹു തആല പറയാണ്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കും. ഈ ആയത്ത് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു വീണ്ടും നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ആദ്യവും നോമ്പ്, അവസാനവും നോമ്പ്, ഇടയ്ക്ക് വെച്ച് ഈ ദുആന്റെ ആയത്തും. അതുകൊണ്ട് മുഫസ്സിറുകൾ പറയാണ്, ഈ ആയത്ത് എന്തിനെ അറിയിക്കുന്നു? റമദാൻ മാസത്തിൽ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട് എന്നതിനെ അറിയിക്കുന്നു. അപ്പൊ നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ റബ്ബിനോട് പറയാനുണ്ട്. നമ്മുടെ മരണം, ഈമാനികമായ മരണം, അതല്ലോ നമുക്ക് ആവശ്യം, അതാണല്ലോ അടിസ്ഥാനം. നമ്മുടെ ഖബർ ഇന്നല്ലെങ്കിൽ നാളെയായി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഖബറൊന്ന് വിശാലമായി കിട്ടണം, അതിലേക്ക് സ്വർഗ കവാടം തുറന്നു കിട്ടണം. ആ ഖബറിലേക്ക് നമുക്ക് വെളിച്ചം വേണം, പരലോകത്ത് രക്ഷ വേണം, സ്വർഗം വേണം. അതോടൊപ്പം ഇഹലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കള്, നമ്മുടെ ഭാവി തലമുറകൾ, അതേപോലെ നമ്മുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഖൈറായ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് റബ്ബിനോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധ റമദാൻ. അതേപോലെ റമദാൻ ദിക്റിന്റെയും ശുക്റിന്റെയും മാസമാണ്. അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലേണ്ട സാധാരണ എല്ലാ മാസത്തിലും വേണം. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി ദിക്ർ ചൊല്ലണം. പക്ഷെ റമദാൻ ആകുമ്പോൾ വർദ്ധിപ്പിക്കണം എന്നാണ്. അതേപോലെ ശുക്ർ റമദാൻ ആകുമ്പോൾ വർദ്ധിപ്പിക്കണം എന്നാണ്. കാരണം ഒരാൾ വിശന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കുറേ സമയം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവന് ബോധ്യപ്പെടണം, ഞാൻ എത്ര റബ്ബിന്റെ അനുഗ്രഹമാണ് അനുഭവിക്കുന്നത്. ഓരോ ദിവസവും സുഖമായി ഞാൻ ഭക്ഷിക്കുന്നു, സുഖമായി കുടിക്കുന്നു, സുഖമായി ഞാൻ ആവശ്യമുള്ളതൊക്കെ ഉപയോഗിക്കുന്നു. ഇതില്ലാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. വിശപ്പിന്റെ പ്രയാസം എന്താണ്, ദാഹത്തിന്റെ ബുദ്ധിമുട്ടെന്താണ് എന്ന് നോമ്പിലൂടെ അവൻ സ്വയം തിരിച്ചറിയുമ്പോൾ ഞാൻ റബ്ബിന് എത്രമാത്രം നന്ദി കാണിക്കേണ്ടവനാണ് എന്നുള്ള ആ ഒരു ചിന്ത അവരിലേക്ക് വരണം. അതുകൊണ്ടാണ് റമദാനുമായി ബന്ധപ്പെട്ട
കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആയത്തിന്റെ അവസാന ഭാഗത്ത് വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹ് നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ ആ റബ്ബിനെ നിങ്ങൾ വാഴ്ത്താനും വേണ്ടിയാണ്. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടിയാണ്. അപ്പൊ അള്ളാഹനെ ധാരാളമായി ഓർക്കുക, അത് ദിക്റിലൂടെ ശുക്റിലൂടെ. അതിനുള്ള മാസമാണ് റമദാൻ മാസം. അതോടൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, പാപങ്ങൾ പൊറുക്കുന്ന മാസം, പാപങ്ങൾ പൊറുക്കപ്പെടേണ്ട മാസം. ഞാൻ പറഞ്ഞല്ലോ, പാപിയായിക്കൊണ്ടല്ല മരിച്ചു പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. രണ്ട് കാര്യങ്ങൾ അപകടങ്ങളാണ്. അത് രണ്ടും നമ്മൾ മരിക്കുന്നതോടുകൂടി അവസാനിക്കണം, അതിന് മുമ്പ് തീർന്നിരിക്കണം. ഒന്ന് കടം, മറ്റൊന്ന് പാപങ്ങൾ. എപ്പോഴും പ്രവാചകന്റെ പ്രാർത്ഥന അതായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. കടബാധ്യതയില്ലാത്ത, പാപങ്ങളില്ലാത്തൊരു മരണം അത് നമുക്ക് ആവശ്യമാണ്. അപ്പൊ റബ്ബ് നമ്മുടെ മുമ്പിൽ കുറേ വഴികൾ വെച്ച് തന്നു. അതിലൊന്നാണ് പരിശുദ്ധ റമദാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ കേൾക്കാറുണ്ട്, റമദാൻ ആവുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ദുആ ചെയ്തു. റസൂല് മിമ്പറിൽ കയറുമ്പോൾ 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, സാധാരണ ഇല്ലാത്തൊരു ആമീൻ എന്താ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്, ഇന്ന് പറഞ്ഞത്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് 1ാമത്തെ സ്റ്റെപ്പ് പടി കയറിയപ്പോൾ ജിബ്രീൽ വന്നിട്ട് പറയാണ്, റമദാൻ കിട്ടിയിട്ടും പൊറുക്കപ്പെടാത്തവൻ തുലയട്ടെ. അപ്പൊ റമദാൻ എന്തിനുള്ളതാ? പൊറുക്കപ്പെടാനുള്ളതാണ്. അപ്പൊ അതിന് ആവശ്യമായ നിലക്ക് റബ്ബ് റമദാനിനെ സംവിധാനിച്ചിട്ടുണ്ട്. അപ്പൊ ആ റമദാനിനെ ശഅബാന് പോലെ മറ്റു മാസങ്ങൾ പോലെ തിന്മകളിലൂടെ പാപങ്ങളിലൂടെ നന്മകളില്ലാതെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവൻ അല്ലാഹ് പുറത്തു കൊടുക്കുന്നില്ല. അവൻ തുലയട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ ആമീൻ എന്നും പറഞ്ഞു. പ്രാർത്ഥന ജിബ്രീലിൻ്റെതാണ്, മുഖറബുൽ അംലാഖ്. ആമീൻ പറയൽ ആരുടേതാണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് ഗൗരവമുള്ളതാണ്. അപ്പൊ റമദാൻ പൊറുക്കപ്പെടലിന്റെ മാസമാണ്, പൊറുക്കാനുള്ള, പാപം പൊറുക്കാനുള്ള മാസം കൂടിയാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ പദവികളെ ഉയർത്തുന്ന, സ്വർഗത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന മാസമാണ് റമദാൻ. ഹദീസുകളിൽ കാണാൻ ഒരു സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് ത്വൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ നാട്ടില് ഈ ബലി എന്ന് പറയുന്ന ഗോത്രത്തിൽ 2 ആളുകൾ മുസ്ലിങ്ങളായി. അവർ മുസ്ലിം ആയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ യുദ്ധത്തിൽ ഷഹീദായിട്ട് 2ാമത്തെ ആള് 1 കൊല്ലം കഴിഞ്ഞിട്ട് മരിച്ചു. ഇവരുടെ 2 പേരുടെയും മരണശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? ഞാൻ സ്വർഗത്തിൽ ഇങ്ങനെ പോയിരിക്കുക. സ്വർഗത്തിലെത്തിയപ്പോൾ സ്വർഗത്തിനകത്ത് നിന്നൊരു മലക്ക് പുറത്തേക്ക് വന്നിട്ട് ഈ 2ാമത് മരിച്ച ആളെ ആദ്യം സ്വർഗത്തിനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് മലക്ക് വീണ്ടും വന്നിട്ട് ആദ്യം ഷഹീദായ ആളെയും കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് മലക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാനും ചോദിച്ചു, എനിക്കും സ്വർഗത്തേക്ക് പോകണം. അവർ നിങ്ങളുടെ സമയം ആയിട്ടില്ല, കാരണം അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം സ്വപ്നം കാണുക, മറ്റവരൊക്കെ മരിച്ചു കഴിഞ്ഞതാണ്. ഒരാളുടെയും സ്വപ്നം മതത്തിൽ തെളിവല്ല, ആര് സ്വപ്നം കണ്ടാലും തെളിവല്ല. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ മാത്രമാണ് വഹയും തെളിവുമായിട്ടുള്ളത്. പിന്നെ ഈ സ്വഹാബികളുടെ സ്വപ്നം തെളിവാകുന്നത് എങ്ങനെയാ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അത് തെളിവായിട്ട് മാറും. ഇദ്ദേഹം അത്ഭുതം തോന്നി, കാരണം ഒരാൾ ഷഹീദാണ്, ഒരാൾ തന്നെ മരിച്ചതാണ്. പക്ഷെ തന്നെ മരിച്ച ആളെയാണ് ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയത്. അദ്ദേഹം നേരം പുലർന്ന് നബീൻ്റെ അടുക്കിലേക്ക് എത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, നബിയെ, ഇന്നലെ ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, എനിക്ക് അത്ഭുതം തോന്നുക, ഷഹീദിന് എന്തെല്ലാം മഹത്വമുണ്ട്, എന്നിട്ടും പിന്നെ വെറുതെ മരിച്ച ആളെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോയത്, ആദ്യം കൊണ്ടുപോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ 2ാമത് മരിച്ച ആള് 1 കൊല്ലം അധികം ജീവിച്ചിരുന്നില്ലേ? ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, 1 കൊല്ലം അധികം ജീവിച്ചു. 1 കൊല്ലം അധികം ജീവിച്ചപ്പോൾ 1 റമദാൻ അധികം കിട്ടിയില്ലേ? അടുത്ത ചോദ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. അപ്പൊ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, അത് തന്നെയാണ്. അപ്പൊ 1 കൊല്ലം 1 റമദാൻ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി നമ്മൾ കാണണമെന്ന്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ തിന്മകൾ മായ്ക്കപ്പെടാൻ, റബ്ബിന്റെ കാരുണ്യം കിട്ടാൻ, റബ്ബിന്റെ പ്രതിഫലം ലഭിക്കാൻ, അതിനൊക്കെ ആവശ്യമായ ആ ഒരു മാസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന് പോയി, അവസാനത്തെ ഹജ്ജ്, ആദ്യത്തെയും ഹജ്ജ്. ആ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അന്ന് പോകുമ്പോൾ എല്ലാവരോടും പോരാൻ പറഞ്ഞിരുന്നു. ചില ആളുകൾ ചില കാരണങ്ങളാൽ പോയിട്ടില്ല. ഹജ്ജ് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ ഹജ്ജിന് വരാതിരുന്നത്? അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നബിയെ, ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അവരോട് പറയാണ്, നിങ്ങൾ ഫൈദാ ജാ റമദാൻ, അടുത്ത റമദാൻ വന്നാൽ ഫഅതമിരി, നിങ്ങൾ ഉംറ ചെയ്യുക. ഫഇന്ന ഉംറതൻ ഫീഹി തഅദിലു ഹജ്ജ, റമദാനിൽ ചെയ്യുന്ന ഉംറക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. നോക്കി നിങ്ങൾ, അത് റമദാന്റെ പ്രത്യേകതയാണ്.
വേറെ ഒരു മാസത്തിലും നിങ്ങൾ ഉംറ ചെയ്ത ഹജ്ജിന്റെ പ്രതിഫലമില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരിന്റെ റിപ്പോർട്ടിൽ ഫഇന്ന ഉംറതൻ ഫീ റമളാന തഖ്ലി ഹജ്ജതൻ മഈ, റമളാനിൽ ഉംറ ചെയ്താൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ്. അത് റമളാന്റെ മഹത്വം. അപ്പൊ നമ്മൾ റമളാനിൽ മറ്റുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നത് പോലെ സാമ്പത്തികമായ ശേഷിയുള്ളവരാണെങ്കിൽ നമുക്ക് ഇതുകൂടി നിർവഹിക്കാം. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അത്രയും മഹത്വം റമളാനിനുണ്ട് എന്നർത്ഥം. അതേപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ മാസം, സ്വതക്കയുടെ മാസം, എഅ്തികാഫിന്റെ മാസം, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മാസം, നോമ്പ് തുറപ്പിക്കലിന്റെ മാസം, ഈ മാസം കൊണ്ട് വന്നെത്തിയാൽ ആകാശ ലോകത്തൊരു വിളിയുണ്ട്. നാളെ നോമ്പ് തുടങ്ങുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വയുനാദി മുനാദിൻ, ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയുന്നയാള് വിളിച്ചു പറയും. അത് അള്ളാഹ് ഏർപ്പാടാക്കിയതാ. മലക്കുകളാണ് വിളിച്ചു പറയുന്നത്, നമ്മൾ കേൾക്കുന്ന വിളിയല്ല. പക്ഷെ ആ വിളിച്ചു പറയലുണ്ട്. എന്താ പറയുന്നത്? യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഖൈർ ആഗ്രഹിക്കുന്നവനെ മുന്നോട്ട് വരൂ. ഖുർആൻ പാരായണത്തിലൂടെ, ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ഇഅ്തികാഫിലൂടെ, നോമ്പിലൂടെ, സദഖകളിലൂടെ, അങ്ങനെ എന്തെല്ലാം ഇബാദത്തുണ്ടോ അതിലൂടെ ഖൈർ വേണം, നന്മ വേണം, പുണ്യം വേണം, വരൂ. ആരാ വിളിക്കണത്? അല്ലാഹു തആല ഏൽപ്പിച്ച ആളുകൾ. അപ്പൊ റബ്ബിന്റെ വിളിയാണത്. അതിൽ ഈ റമളാന്റെ മഹത്വവും ഉണ്ട്. അതോടൊപ്പം വേറൊരു കാര്യം കൂടി. അതെന്താ? റമളാൻ വരുമ്പോൾ ആകാശ ലോകം പോലും കൂടി ഒരുങ്ങുക എന്നാണ്. എല്ലാവരുടെയും ശ്രദ്ധയിൽ എന്തുണ്ട്? റമളാൻ എന്ന മാസമുണ്ട്. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ആഗ്രഹിക്കുന്നവനെ മാറി നിന്നോ. റമളാൻ വന്നാലും കണക്കാണ്, ശവ്വാലും ഒക്കെ ഒരുപോലെ. റമളാനും ശഅബാനും അവൻ ഒരുപോലെയാണ്. ഖുർആനുമായിട്ടും ബന്ധമല്ല, പള്ളിയായിട്ടും ബന്ധമല്ല, നോമ്പും ഇല്ല, മറ്റുള്ള ഒരു ഇബാദത്തും ഇല്ല, പിന്നിലാണ്. പോയിക്കോ, ഒരു വിരോധവും ഇല്ല. അള്ളാഹുവിന്റെ റമളാൻ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ഈ ഓഫർ തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ടാവും. ഓഫർ ഉണ്ടെങ്കിൽ മാത്രം സാധനങ്ങൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഓഫറിന്റെ ആളുകളാണ്. അല്ലാഹു തആല മനുഷ്യന് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. അതെന്താ? വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ല ലൈല. അല്ലാഹു തആല റമളാനിൽ ചില ആളുകൾക്ക് നരകമോചനം രേഖപ്പെടുത്തുന്ന, അത് ചില റബ്ബിന്റെ ഒരു സ്പെഷ്യൽ ഓഫറാണ് റമളാനിൽ. അല്ലാഹു തആല ആ ഭാഗ്യവാന്മാർ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ അല്ലാഹ് രേഖപ്പെടുത്തുകയാണ് ഇയാൾ നരകത്തിലേക്ക് ഇല്ല. അല്ലാഹ് രേഖപ്പെടുത്തിയാൽ പിന്നെ അവൻ നരകത്തിലേക്ക് പോകൂലല്ലോ. റബ്ബിന്റെ കയ്യിലാണ് നരകവും സ്വർഗവും ഒക്കെ. അപ്പൊ റമളാനിൽ അല്ലാഹു തആല ചില ആളുകൾക്ക് നരകമോചനം രേഖപ്പെടുത്തും. അത് ഒരു ദിവസവും 2 ദിവസമൊന്നും അല്ല. വദാലിക കുല്ല ലൈല, അത് എല്ലാ രാത്രിയിലും, എല്ലാ രാത്രിയിലും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മഹത്വം ഉൾക്കൊള്ളുന്ന മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ആ നിലക്കുള്ള സന്തോഷം നമുക്ക് വേണം. മനസ്സുകൊണ്ട് ഒരുങ്ങണം. എനിക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അപ്പം നമ്മൾ ചിലപ്പോൾ അതിൻ്റെ മുമ്പ് മരിച്ചാലും നമ്മുടെ നിയ്യത്തിനൊരു പ്രതിഫലമുണ്ട്. ഇന്നമൽ അമാലു ബിന്നിയാത്ത് എന്നാണല്ലോ. ചിലപ്പോൾ രോഗിയായി കടന്നുപോയി, എന്നാലും നമ്മുടെ ആഗ്രഹം അതായിരുന്നു. നിയ്യത്തിന് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ റമളാനങ്ങൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവര് റമളാനുമായി ബന്ധപ്പെട്ട ഇബാദത്തുകളിലാണ്. ഇമാം മാലിക് ബിൻ അനസ് മദീനയിലെ ഇമാമാണ്. 40 കൊല്ലത്തോളം മദീനയിലെ ഷെയ്ഖായിട്ട് അദ്ദേഹം മദീനത്തെ പള്ളിയിലുണ്ടായിരുന്നു. എന്താ പണിയെന്നറിയോ? പള്ളിയിൽ ഫിഖ് പഠിപ്പിച്ചു കൊടുക്കുക, മസ്അലകൾ പഠിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അദ്ദേഹം ഹദീസുകൾ പഠിപ്പിച്ചു കൊടുക്കുക. ആളുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. അറിയാത്ത ഉത്തരമാണെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് തുറന്നു പറയും ഇമാം മാലിക് റഹിമഹുള്ള. അങ്ങനത്തെ ഒരു പ്രകൃതം ഉണ്ടായിരുന്നു. ആ ഇമാം മാലിക്കിനെ കുറിച്ച് പറയാണ്, അങ്ങ് ആ റമളാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നിർത്തി വെച്ചിട്ട് വയുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ, പിന്നെ ഖുർആൻ പാരായണം. റമളാൻ മാസത്തിലെ ഖുർആൻ പാരായണത്തിൽ നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ഖുർആൻ പൊതുവെ പറഞ്ഞൊരു കാര്യം എന്താണ്? ഖുർആൻ പാരായണം തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് എന്ന്. അത് നമ്മൾ റമളാനിൽ എത്ര സാധ്യമാണോ അത്രത്തോളം ചെയ്യണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി, അദ്ദേഹം ഹദീസ് സമാഹരണം, ഹദീസ് ക്രോഡീകരണം, ഹദീസ് രേഖപ്പെടുത്തൽ, സ്വഹീഹും ഹദീസ് ദഈഫും വേർതിരിക്കൽ, സനദും ഹദീസിന്റെ കണ്ടന്റ് മത്ന് മാറിപ്പോയത് ഒന്നിപ്പിക്കൽ, ഒരു സനദിൽ ആളുകൾ വേറെ സനദിലേക്ക് കൂടിക്കലർന്നിട്ടുണ്ടെങ്കിൽ ആ സനദുകൾ ശരിപ്പെടുത്തൽ, ഇങ്ങനെ ഹദീസുകളും അതിൻ്റെ ആ ഉസൂലുകളുമായി നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സദാസമയവും മുഴുകിയിരിക്കുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റമളാനായി കഴിഞ്ഞാൽ യഹ്തിമു ഫീ റമളാന ഫിന്നഹാരി കുല്ല യൗമിൻ ഖത്മതൻ, ഓരോ ദിവസവും ഓരോ ഖത്മം തീർക്കാൻ വേണ്ടിയിരിക്കുന്ന. അതും ചില ദിവസങ്ങളിൽ തറാബീഹ് കഴിഞ്ഞിട്ട് 3 രാത്രി കൊണ്ടൊരു ഖത്മം തീർക്കും. കാരണം അവർ ബാക്കിയുള്ളതൊക്കെ നിർത്തി, വേറൊരു പണിയിലും ഏർപ്പെടുന്നില്ല. കാരണം ആ മാസം കണ്ട് കഴിഞ്ഞാൽ പിന്നെ ഈ മഹത്വമല്ല എന്നവർ മനസ്സിലാക്കുകയാണ്. ഖുർആൻ പാരായണത്തിന് മഹത്വമല്ല എന്നല്ല, ഈ മാസത്തിൻ്റെതായ മഹത്വം
പിന്നീട് ലഭിക്കുകയില്ല എന്നവർ ഉൾക്കൊണ്ടു. അതുകൊണ്ടായിരുന്നു. അപ്പൊ ഈ മാസത്തിന്റെ മഹത്വം നമ്മൾ ഈ നിലക്ക് ഉൾക്കൊള്ളുക. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ ഈ മാസത്തിൽ നിർവഹിക്കാൻ പോകുന്ന ഇബാദത്തുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നോമ്പാണല്ലോ. ആ നോമ്പിന്റെയും ചില മഹത്വങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് തന്നെയാണ്, പക്ഷേ അതിൽ നമുക്കൊരിക്കലും വീഴ്ച വരാൻ പാടില്ല. അതുകൊണ്ട് അതിൻ്റെ മഹത്വം അറിയണം. ആ നോമ്പിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ മഹത്വം അറിയണം. അത് അറിയുമ്പോഴാണ് ഈ നോമ്പിനെ ബാധിക്കുന്ന ഒന്നും എന്നിൽ ഉണ്ടാകരുതേ എന്നുള്ള വിചാരം വരിക. ഒരു കാരണവും കൂടാതെ റമദാനിൽ ഒരാൾ നോമ്പങ്ങോട് ഒഴിവാക്കി, പിന്നീട് അവൻ എപ്പോൾ നോറ്റ് കിട്ടിയാലും ആ റമദാനിൽ എടുക്കുന്ന അതിൻ്റെ ആ മഹത്വം അവന് കിട്ടൂല. അള്ളാഹ് നിശ്ചയിച്ച കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. രോഗിയാണ്, സ്ത്രീകൾക്ക് അവരുടേതായ തടസ്സങ്ങളുണ്ട്, യാത്രയിൽ അള്ളാഹ് നോമ്പ് ഒഴിവാക്കൽ അനുവദിച്ചു. ഈ അനുവദിച്ച കാരണങ്ങൾ കൊണ്ട് നോമ്പ് ഒഴിവാക്കിയിട്ട് പിന്നെ നോമ്പ് നോറ്റ് കിട്ടിയ മഹത്വം കിട്ടും. ഒരു കാരണവുമില്ലാതെ ഇപ്പൊ ചില ആളുകളൊക്കെ റമദാനൊക്കെ ഒരു പകുതിയായി കഴിഞ്ഞാൽ ഇനി ഒരു ദിവസം ലീവ് എടുത്താൽ തറക്കടൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല 12 മാസത്തിലെ ഒരു മാസം നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പണ്ടൊക്കെ പല നിലക്കുള്ള നോമ്പുകളായിരുന്നു. ദാവൂദ് നബിയുടെ കാലത്ത് ഒന്നരാടം നോമ്പാണ്, ഖൈറു സിയാമി സുയാമി ദാവൂദ്. ഇന്ന് നോമ്പുണ്ട്, നാളെ നോമ്പില്ല, അങ്ങനെ നിരന്തരം നോമ്പാ ഒന്നര വിട്ടിട്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന് എല്ലാ എളുപ്പമുള്ള കാര്യങ്ങളും കൊടുത്തു. അപ്പൊ പിന്നെ റമദാൻ ആയി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചൊരു ലീവ് എടുത്താൽ തരക്കിടില്ല എന്ന് ഒരിക്കലും തോന്നരുത്. ചെറിയൊരു കാരണമോ മറ്റോ വരുമ്പോൾ ഇനി ഞാൻ നോമ്പെടുക്കണില്ല എന്ന് പറഞ്ഞ് നോമ്പ് ഒഴിവാക്കുകയും ചെയ്യരുത്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോമ്പിന് തടസ്സമാണെങ്കിൽ ആ കാര്യങ്ങൾ ഒഴിവാക്കുക തൽക്കാലത്തേക്ക് എന്നതല്ലാതെ നോമ്പ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒഴിവാക്കരുത്. കാരണം അത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യമാണ് നോമ്പ്. അതിൻ്റെ മഹത്വങ്ങൾ അറിയിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ. നോമ്പ് ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വമ്പിച്ച പ്രതിഫലവും പാപമോചനവും അല്ലാഹ് വാഗ്ദാനം ചെയ്ത കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ പാപം പൊറുക്കപ്പെടണം, എനിക്ക് സ്വർഗം കിട്ടണം. വേറെ ലക്ഷ്യം നമുക്ക് ജീവിതത്തിലില്ല. ഇത് ആത്യന്തികമായ ലക്ഷ്യമാണ്. ദുനിയാവിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും, അത് മറ്റൊരു വിഷയം. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിന്റെ 35-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്ത്. കുറേ വിശേഷണങ്ങൾ ഇങ്ങനെ പറയാം. സത്യം പറയുന്നവർ, വസ്വാദിഖീന വസ്വാദിഖാത്ത് അസ്വാബിരീന വസ്വാബിറാത്ത്, ക്ഷമിക്കുന്നവർ ആണ് പെണ്ണ്, മുസ്ലിങ്ങൾ ആണ് പെണ്ണ്, മുഅ്മിനുകൾ ആണ് പെണ്ണ്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വസ്വാഇമീന വസ്വാഇമീന വസ്വാഇമാത്ത്, നോമ്പെടുക്കുന്നവരും അത് ആണ് പെണ്ണ്. ഇങ്ങനെയൊക്കെയുള്ള ഇബാദത്തുകളൊക്കെ ചെയ്യുമ്പോൾ അവസാനം അല്ലാഹു പറയാൻ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നോമ്പിലൂടെ അല്ലാഹ് നമുക്ക് ഒരുക്കി വെച്ചത് എന്താണ്? ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, മഗ്ഫിറത്തും അജ്റുൻ അളീം. അത് അല്ലാഹു തആല നമുക്ക് തരാമെന്ന വാഗ്ദാനം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം വേണം, നമ്മുടെ പാപം പൊറുക്കും വേണം. അതുകൊണ്ട് ഞാൻ നോമ്പിനെ ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തെ ഒരു കാര്യമാണ് തഖ്വ. വിശദീകരിക്കുന്നില്ല. തഖ്വ ലഭിക്കൽ, നമുക്ക് നരകത്തിൽ രക്ഷപ്പെടണോ തഖ്വ വേണം, സ്വർഗത്തിൽ എത്തണോ തഖ്വ വേണം, സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ വേണോ തഖ്വ വേണം. മരിക്കുമ്പോൾ കിട്ടേണ്ട പേരാണ് മുത്തഖി. മരിക്കുമ്പോൾ ളാലിമായി മരിക്കരുത്, കാരണം ളാലിമുകൾക്ക് രക്ഷയില്ല. മരിക്കുമ്പോൾ ഫാജിറായി മരിക്കരുത്, നീചനായി മരിക്കരുത്. മരിക്കുമ്പോൾ ഫാസിഖായി മരിക്കരുത്. മരിക്കുമ്പോൾ ആസി, അനുസരണക്കേട് റബ്ബിന് കാണിച്ചവനായി മരിക്കരുത്. അപ്പൊ ആസിയാകരുത്, ആസിമാകരുത്, ഫാജിറാകരുത്, ഫാസിഖാകരുത്, അങ്ങനെയുള്ള ലാലിമാകരുത്, മുജിരിമാകരുത്. പിന്നെ ആരാകണം? മുത്തഖിയായിരിക്കണം. അത് എന്തിനു വേണ്ടിയാ? അല്ലാഹു തആല പറയാ, എല്ലാവരും നരകം കാണും. നമ്മളെല്ലാവരും. ഖുർആൻ പറഞ്ഞല്ലോ, ലതറവുന്നൽ ജഹീം തുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നരകം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കണ്ണുകൊണ്ടുള്ള നേർക്കാഴ്ച, ഇപ്പൊ കേൾക്കുന്ന പോലെയൊന്നല്ല, നേരിട്ട് നിങ്ങൾ കാണും. അതെങ്ങനെയാ? എല്ലാവരും നരകത്തിന് ചുറ്റും വരുന്ന, അതിൽ ഒരു വ്യത്യാസമില്ല. നല്ലവരും ചീത്തവരൊക്കെ ഉണ്ടാവും. അത് റബ്ബിന്റെ തീരുമാനമാണ്. സൂറത്തു മറിയം, വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയാ, അതിന് ചുറ്റും വരാത്ത ആരുമില്ല, എല്ലാവരും വരും. എന്നിട്ടോ തുമ്മ നുനജ്ജില്ലദീന തഖൗ, തഖ്വ ഉള്ളവനെ നാം രക്ഷപ്പെടുത്തും. വനദറു ളാലിമീന ഫിഹാ ജിസിയ, വാലിമായിട്ടുള്ളവനെ അതിലേക്ക് മുട്ടുകുത്തിയ അവസ്ഥയിൽ അതിലേക്ക് തള്ളിയിടുകയും ചെയ്യും. നരകത്തിന് ചുറ്റും എല്ലാവരും ഒരുമിച്ച് കൂടും. അവിടെ നിന്ന് തഖ്വ ഉള്ളവനെ അവിടുന്ന് രക്ഷപ്പെടുത്തും. നരകത്തിൽ രക്ഷപ്പെടണോ? തഖ്വ വേണം. പിന്നെയോ
സ്വർഗത്തിലേക്ക് എത്താനും സ്വർഗാനുഗ്രഹങ്ങൾ ലഭിക്കാനും ഒക്കെ. ഇന്നലിൽ മുത്തഖീന മഫാസ, ഖുർആനിലെ എത്രയോ ആയത്തുകൾ. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, അവർക്ക് സുഖാനുഗ്രഹങ്ങളുടെ തോട്ടങ്ങൾ, അവർക്ക് വിജയം, ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അവിടെ അല്ലാഹു തആല അടിസ്ഥാനമായി പറഞ്ഞത് തഖ്വയാണ്. ആ തഖ്വ ഉണ്ടാകാനാണ് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞു. അർത്ഥം കൂടി പറയേണ്ട ആവശ്യമില്ല, ആ നിലക്ക് നമുക്ക് ആ കാര്യം ബോധ്യമാണ്. അപ്പോൾ അതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടം. നരകത്തിൽ രക്ഷപ്പെടാനുള്ള ആ തഖ്വ, സ്വർഗത്തിലേക്ക് എത്താനുള്ള തഖ്വ. അതോടൊപ്പം നോമ്പ് പരിചയമാണ്, മനുഷ്യനെ തിന്മയിൽ നിന്നും തടയുന്ന പരിചയമാണ് നോമ്പ്. അസ്യാമു ജുന്നത്തുൻ മിനന്നാർ, ഒരു ഹദീസിൽ കാണാം. രണ്ട് തരത്തിൽ നോമ്പ് പരിചയമാണ്. നരകത്തിൽ നിന്നും തടയാണ്, തിന്മകളിൽ നിന്നും തടയാണ്. അസ്യാമു ജുന്നത്തുൻ മിനന്നാരി കജുന്നത്തി അഹദികും മിനൽ ഖിതാൽ, യുദ്ധത്തിൽ ശത്രുവിൻ്റെ വാളുകൊണ്ടുള്ള വെട്ടേൽക്കാതെ നിങ്ങൾ തടയായി പരിചയം ഉപയോഗിക്കുന്നത് പോലെ ഈ നോമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ തിന്മകളിൽ നിന്നുള്ള ഒരു പരിചയമാണ്, അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള പരിചയമാണ്. രണ്ടർത്ഥത്തിലും നോമ്പ് പരിചയം. എന്താ നരകത്തിൽ നിന്നുള്ള പരിചയം എന്ന് പറഞ്ഞാൽ നമ്മളെ നരകത്തിലേക്ക് പോകാതെ അകറ്റിക്കളയുന്ന ഒന്നാണ് നോമ്പ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ, 70 കൊല്ലം അകലേക്ക് ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റിക്കളയും. മറ്റൊരു റിപ്പോർട്ടിൽ ഒരാൾ അങ്ങനെ നോമ്പെടുത്താൽ ജഅലല്ലാഹു ബൈനഹു വ ബൈനന്നാരി ഖന്ദഖ കമാ ബൈന സമാഇ വൽ അർദ്, ഈ നോമ്പെടുത്തവനും നരകത്തിനും ഇടയ്ക്ക് ഒരു കിടങ്ങുണ്ടാവുന്നു. കിടങ്ങെന്തിനാ? ശത്രുവിന് ഇങ്ങോട്ട് എത്താൻ കഴിയാതിരിക്കാനാണ് കിടങ്ങ്. ആ കിടങ്ങിന്റെ വലിപ്പം എത്രയാണ്? കമാ ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ. അപ്പം ആകാശഭൂമികൾക്കിടയിലുള്ള അകലം, അത്രയും കിടങ്ങിന് അകലുണ്ട് എന്ന് നമ്മളും നരകവും തമ്മിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ നരകത്തിൽ നിന്നും അകറ്റുന്ന, തടയുന്ന ഒരു പരിചയം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. പിന്നെ തിന്മയിൽ നിന്നും തടയാൻ, സാധാരണ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, സാധാരണ പറയുന്ന തിന്മകൾ നോമ്പുകാരനായിരിക്കും ഒരാൾ ചെയ്യൂല. നോമ്പുകാരനാണെങ്കിൽ നമുക്ക് തോന്നും, ഞാനത് ചെയ്യാൻ പാടില്ല, ഞാനിത് പറയാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പം അത് മനസ്സിൽ തോന്നുന്ന തോന്നലാണ്. അത് ചില ആളുകൾ കണ്ടില്ല, റമദാനാവുമ്പോൾ അങ്ങനെ ഒരു പണിയിലാണ് നടക്കുന്നുണ്ടാവും, ഒരു പണിയില്ലാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഇപ്പം ജോലിയും കാര്യമൊന്നും ഇല്ലയെന്ന് ചോദിച്ചാൽ, എൻ്റെ പണി റമദാനിൽ ശരിയാവില്ല. സാധാരണ എല്ലാ മാസവും ബിസിനസ്സിൻ്റെ ആളാണ്. എൻ്റെ ബിസിനസ് റമദാനിൽ ശരിയാവില്ല എന്ന് പറയാറുണ്ട്. റമദാനിൽ പറ്റാത്ത ബിസിനസ്സാണെങ്കിൽ പിന്നെ അത് ഒരു മാസവും പറ്റൂല, അത് വേറെ വിഷയം. പക്ഷെ ഇതുപോലെ ഒരു മനസാക്ഷി കുത്തുണ്ട്. അതാണ് നോമ്പ് പരിചയം എന്ന് പറഞ്ഞത്. തിന്മയിൽ നിന്ന് നമ്മളെ തടയും. അപ്പം അതൊരു വലിയൊരു മഹത്വമാണ്. അപ്പം ആ ഒരു മാസം മുഴുവൻ നമ്മൾ എന്താകുകയാണ്? തിന്മ ചെയ്യാതെ നിൽക്കുകയാണ്. അതൊരു പരിശീലനം കിട്ടുകയാണ്. അപ്പം പിന്നെ അടുത്ത മാസമാകുമ്പോൾ ഒരു 6 ദിവസം, അത് കഴിഞ്ഞാൽ പിന്നെ തിങ്കളും വ്യാഴും, അത് കഴിഞ്ഞാൽ പിന്നെ മുഹറം മാസം വരുമ്പോൾ അപ്പം ആ ദിവസങ്ങൾ, അറഫ ആകുമ്പോൾ ആ ദിവസം, ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് അവസരങ്ങളിൽ നോമ്പിൽ നമ്മൾ എടുക്കുമ്പോൾ അതിലൂടെ നമ്മൾ എല്ലാ നിലക്കും നമ്മുടെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കും. ആ മഹത്വം നോമ്പിനുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ ഇബാദത്തുകൾക്കുമുള്ള കവാടങ്ങൾ, ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരണം. എന്നിട്ട് വേണം നമ്മളെ നോമ്പിലേക്ക് പ്രവേശിക്കാൻ. റയ്യാൻ എന്ന് പറയുന്ന കവാടം, സ്വർഗത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന പല വിശേഷണങ്ങളിലെ ഏറ്റവും ഒന്നാമത്തെ വിശേഷണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ അസ്ബഹ മിൻകുൽ യൗമ സ്വായിമ, ഇന്ന് ആർക്കാ നോമ്പ്? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. മൻ തബിഅ മിൻകുൽ യൗമ ജനാസതൻ, ഇന്ന് ആരാ ജനാസന്റെ കൂടെ പോയിട്ടുള്ളത്? ഞാൻ പോയിട്ടുണ്ട്. മൻ അത്അമ മിൻകുൽ യൗമ മിസ്കീന, ഇന്ന് മിസ്കീന് ഭക്ഷണം കൊടുത്താരാളുള്ളത്? ഞാൻ കൊടുത്തിട്ടുണ്ട്. മൻ ആദ മിൻകുൽ യൗമ മരീള, ഇന്ന് രോഗിയെ സന്ദർശിച്ച ആരാളുള്ളത്? ഞാൻ പോയിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ എന്ന മറുപടി അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫി ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ 4 സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ സ്വർഗ്ഗത്തിലേക്കാണ്. ഇതൊക്കെ നമുക്ക് നിത്യേന ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്ര രോഗികളുണ്ട് കുടുംബത്തിലും അയൽവാസികളും നാട്ടുകാരുമായിട്ട്. നമ്മൾ പലപ്പോഴും പോകാറില്ല. നമ്മൾ പോകണം. എങ്കിലും നമ്മൾ രോഗിയായി കിടക്കുമ്പോൾ അവർ വരൂ, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അതോടൊപ്പം ഈ യാത്രയിലും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. സഹോദരനെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോലും എത്രയോ മലക്കുകളുടെ പ്രാർത്ഥനകളുണ്ടെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അത് വേറെ വിഷയം. അപ്പം ഏതായാലും ഈ 4 സ്വഭാവങ്ങൾ പറഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒന്നാമത് ചോദിച്ച ചോദ്യം എന്താ? മൻ അസ്ബഹ മിൻകുൽ യൗമ സ്വായിമ, ഇന്ന് ആർക്കാ നോമ്പുള്ളത് എന്നാ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ ഒരിക്കൽ സ്വഹാബത്തിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ലഗുറഫ,
സ്വർഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്, മണിമാളികകളുണ്ട്. യുറാ ളുഹൂറുഹാ മിൻ ബുതൂനിഹാ വ ബുതൂനുഹാ മിൻ ളുഹൂരിഹാ. ആ കൊട്ടാരങ്ങളുടെ പ്രത്യേകത അതിങ്ങനെ വലിയ മുത്തു തുറന്ന് സ്ഫടികം പോലെ, ഗ്ലാസ് പോലെ തിളക്കമുള്ളതും തെളിമയുള്ളതുമാണ്. അകത്തു നിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ അകത്തുള്ളതും കാണാം. അങ്ങനെയുള്ള കൊട്ടാരങ്ങൾ സ്വഹാബത്തിന് താല്പര്യമായി. അത് അവരുടെ പ്രകൃതമാണ്, ഈമാനാണ്. എന്ത് നന്മ കണ്ടാലും അതിലേക്ക് അവർ ധൃതി പിടിച്ചു വരും. സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ഇത് ആർക്കുള്ളതാണ് പ്രവാചകനെ? പ്രവാചകന്റെ മറുപടി, ലിമൻ താബഅ സിയാം, തുടർച്ച നോമ്പെടുത്തവൻ. തുടർച്ച നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ശവ്വാൽ 6 നോമ്പ്, തിങ്കൾ വ്യാഴം നോമ്പ്, അയ്യാമുൽ ബീദ്, അറഫ, മുഹറം, ഇങ്ങനെയുള്ള നോമ്പുകളൊക്കെ എടുക്കുക. പിന്നെ റംസാനിലെ നോമ്പുണ്ട്. അപ്പൊ നോമ്പുകാരനുള്ളതാണ് സ്വർഗത്തിലെ കൊട്ടാരം. അപ്പൊ സ്വർഗത്തിലേക്ക് നയിക്കുന്നു മാത്രമല്ല, സ്വർഗത്തിൽ സ്പെഷ്യലായിട്ട് കൊട്ടാരവും. പിന്നെ അലാനൽ കലാം, സംസാരത്തെ മൃദുവാക്കിയവൻ. ദേഷ്യപ്പെട്ടിട്ടും ഗൗരവപ്പെട്ടിട്ടും ഇങ്ങനെ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന രൂപത്തിൽ സംസാര ശൈലികൾ അതല്ല വേണ്ടത്. ഭാര്യ ഭർത്താവിനോടായാലും ഭർത്താവ് ഭാര്യയോടായാലും അലാനൽ കലാം, സംസാരത്തെ മൃദുവാക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് നല്ല നിലക്ക് സംസാരിക്കുക. അവനും ആ കൊട്ടാരണ്ട് എന്നാ. പിന്നെ തിന്നാൻ കൊടുത്തവൻ, ഭക്ഷണം കൊടുത്തവൻ. ഇസ്ലാമിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഒരു അള്ളാഹു തആല വലിയ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. അതേപോലെ ആളുകൾ രാത്രി ഉറങ്ങുമ്പോൾ തഹജ്ജുദ് നമസ്കരിച്ചവൻ. ഇവർക്കൊക്കെ ഈ കൊട്ടാരങ്ങളുണ്ട് എന്നാണ്. അപ്പൊ അവിടെയും പറഞ്ഞത് ആദ്യം എന്താ? നോമ്പിന്റെ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇബാദത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിലെത്തിയാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനും പിൻബലം നൽകുവാനും ഒന്ന് കൂടെ നിൽക്കാനും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അവിടെയും വരുന്നത് നോമ്പാണ്. നോമ്പ് പറയും, മനഅതു തുആമ വശറാബ വശഹുവ, ഭക്ഷണവും പാനീയവും വികാരവും ഞാൻ തടഞ്ഞു വെച്ചു. അല്ലാഹുവേ ഫശഫ്ഫിഅനി ഫീഹി, അവന് വേണ്ടി എൻ്റെ ശുപാർശ സ്വീകരിക്കണം. നോമ്പ് വരുന്നു, ഖുർആൻ വരുന്നു. മനഅതുഹു നൗമ ഫിൽ ലൈൽ, രാത്രിയിൽ ഞാൻ അവനെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല, അവൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫശഫ്ഫിഅനി ഫീ, അവന് വേണ്ടി എൻ്റെ ശുപാർശ സ്വീകരിക്കണം. ഫയുശഫ്ഫഅൻ, അത് രണ്ടും സ്വീകരിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ ഈ ആരാധനയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ ആ ഇബാദത്തിലേക്കാണ്, ആ ഇബാദത്ത് നേരത്തെ പറഞ്ഞ മഹത്വങ്ങളുള്ള റമദാൻ മാസത്തിലേക്ക് ആകുമ്പോൾ അതിന് മഹത്വം വർദ്ധിക്കുന്നു. അപ്പൊ ആ നിലക്ക് അതിനെ നമ്മൾ മനസ്സുകൊണ്ട് ആ പ്രാധാന്യം കാണുകയും എനിക്ക് പരിപൂർണമായി ഈ മാസത്തെ അങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും എന്നിട്ട് റമദാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതാനും ചില കാര്യങ്ങൾ കർമ്മപരമായിട്ടുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ സുദീർഘമായി ചർച്ച ചെയ്യേണ്ടുന്ന സമയം കുറെ എടുക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ എല്ലാം കൂടി കുറച്ചെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കുറച്ച് സ്പീഡിലാണെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു പോണത്. ഒന്ന്, റമദാനിൻ്റെ തുടക്കം. അതിൻ്റെ തുടക്കം വരുന്നത് ശഅബാൻ 29 മാസപ്പിറവി കാണണം. അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തിയാകണം. ഹദീസുകൾ ഞാൻ വായിക്കുന്നില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ശഅബാൻ 29 കണ്ടാൽ മാസം നോമ്പ് തുടങ്ങുക. അല്ല 29 കണ്ടില്ല, ആകാശലോകത്ത് ഉണ്ട്, ഇല്ലെങ്കിൽ എന്നല്ല, കണ്ടില്ലെങ്കിൽ എന്നാണ്, മേഘാവൃതമായിട്ട് കണ്ടില്ലെങ്കിലും. അപ്പൊ ആ ചന്ദ്രൻ ആകാശത്തുണ്ട്, ഉദയചന്ദ്രൻ നമ്മൾ കാണുന്നില്ല, മറഞ്ഞു നിൽക്കുകയാണ്, പൊടി കാരണമോ കാർമേഘം കാരണമൊക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഉണ്ട് കണക്ക് പ്രകാരം എന്ന് പറഞ്ഞ് നോമ്പ് തുടങ്ങാൻ പറ്റൂല. അവിടെ ഉണ്ടായിരുന്നാലും കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ശഅബാൻ 30 പൂർത്തിയാക്കണം. അപ്പൊ മാസപ്പിറവി കാണുക എന്നുള്ളതാണ് അതിന്റെ നിബന്ധന. സൂമൂലി റുയത്തിഹി വഅഫ്തിറൂലി റുയത്തിഹി. പിന്നെ ചില ആളുകളുണ്ട്, നാളെ റമദാനാണെങ്കിൽ ഇന്ന് തന്നെ നോമ്പ് തുടങ്ങും. ഒന്ന് പറയാം, അതൊരു റാഹത്തിന് വേണ്ടിയിട്ടാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു റാഹത്തും സൂക്ഷ്മതയും അല്ലാഹ് പറഞ്ഞു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. ഹദീസിൽ കാണാം, മൻ തഖദ്ദമ റമളാന, ആരെങ്കിലും റമളാനിനെ മുൻകടന്നാൽ, ഒരു ദിവസം 2 ദിവസം മുമ്പ് നോമ്പ് നോൽക്കുകയാണ് അവൻ. അങ്ങനെ നോമ്പ് തുടങ്ങിയാൽ അത് അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അനുസരണക്കേട് കാണിച്ചു എന്നാണ്. സംശയമുള്ള ദിവസത്തിൽ പോലും നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. മാസപ്പിറവി കണ്ടു എന്ന് എനിക്കൊരു ഉറപ്പുമില്ല, എന്നിട്ട് പോലും നോമ്പ് തുടങ്ങിയാൽ സംശയത്തിന്റെ പേരിൽ അങ്ങനെ നോമ്പെടുക്കാൻ പാടില്ല. അപ്പോൾ മാസപ്പിറവി കണ്ടു ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ 30 പൂർത്തിയാകണം. ഒരു സാക്ഷി കണ്ടാൽ മതി, ഒറ്റ സാക്ഷി. 2 സാക്ഷികളാണെങ്കിൽ ഏറെ നല്ലത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും മാസം കാണാൻ വേണ്ടി നിന്നു, ആരും കണ്ടില്ല, ഞാൻ കണ്ടു. ഞാൻ കണ്ടപ്പോൾ ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
നോമ്പെടുക്കുക. നബിയും നോമ്പെടുത്തു, സ്വഹാബത്തിനോട് നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയാണ് നോമ്പ് തുടങ്ങേണ്ടത്, മാസപ്പിറവിയുടെ ദർശനത്തിലൂടെ. പിന്നെ നിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു വശം നിയ്യത്ത് ചൊല്ലി പറയാൻ പാടില്ല, മനസ്സിലാണ് വേണ്ടത്, എല്ലാവർക്കും അറിയാം. അത്തലഫുദു ബിന്നിയ്യത്തി ബിദ്അത്തുൻ, ചൊല്ലി പറയൽ ബിദ്അത്താണ് എന്ന്. ഈ നിയ്യത്ത് സുബഹിന്റെ മുമ്പ് വേണം, ഫജ്റിന്റെ മുമ്പ് നിയ്യത്തുണ്ടായിരിക്കണം. കാരണം മല്ലം യുജ്മിഅ സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു, ഫജ്റിന്റെ മുമ്പ് ഒരാൾ നിയ്യത്ത് കരുതിയില്ലെങ്കിൽ നോമ്പില്ല എന്നാ. മല്ലം യുബയ്യത്തി സിയാം, രാത്രി നിയ്യത്ത് വെച്ചില്ലെങ്കിൽ അവന് നോമ്പില്ല. എന്നാൽ സുന്നത്ത് നോമ്പാണെങ്കിലോ അത് പകലായാലും മതി. എങ്ങനെ? ഒരാൾ സുബഹിക്ക് ശേഷം ചായൊന്നും കുടിച്ചിട്ടില്ല, ഒരു 8-8:30 മണിയായപ്പോൾ തോന്നി ഇനി ഇന്ന് നോമ്പെടുക്കാം. അപ്പൊ അവിടെ മുതൽ നോമ്പിന്റെ നിയ്യത്ത് വെച്ച് നോമ്പിലേക്ക് പ്രവേശിക്കാം അവന്. അവിടെ മുതൽ ഉള്ള നോമ്പിന്റെ പ്രതിഫലമുണ്ട്. എന്നാൽ ഫറള് അത് പറ്റൂല. ഫറള് നോമ്പിന് രാത്രി തന്നെ നിയ്യത്തുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈ നമസ്കാരം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു, ആയിഷ ഭക്ഷണം വല്ലതും ഉണ്ടോ? അവർ പറഞ്ഞു, നബി എന്ന് ഇവിടെ ഒന്നും ഇല്ല. അല്ലെ അന്ദക്കും ഷെയ്ഖുൻ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഞാൻ ഇന്ന് പിന്നെ നോമ്പെടുക്കുകയാണ്. അപ്പൊ അവിടെ മുതൽ നോമ്പ് തുടങ്ങാം. എന്നാൽ റമദാനിന്റെ നോമ്പ് നിർബന്ധ നോമ്പാണെങ്കിൽ അതിന് നിയ്യത്ത് സുബഹിയുടെ മുമ്പ് തന്നെ ഉണ്ടായിരിക്കണം. ഇനി ഒരു വ്യക്തി റമദാൻ തുടങ്ങിയെന്ന് പകലിലാണ് അറിഞ്ഞതെങ്കിലോ? ഇപ്പൊ പണ്ടൊക്കെ റേഡിയോയിലൂടെ വാർത്ത കേട്ടിട്ട് വേണം. അപ്പൊ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾക്കൊന്നും ചിലപ്പോൾ അറിയാൻ കഴിഞ്ഞോളന്നില്ല. അവൻ വാർത്ത കേട്ടിട്ടുമില്ല. 10 മണിക്ക് അങ്ങാടിക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ അറിഞ്ഞത് ഇന്ന് റമദാനാണ്. അപ്പൊ അവിടെ മുതൽ അവന് തുടങ്ങണം. അപ്പൊ ഇതുവരെ ഞാൻ നോമ്പെടുത്തിട്ടില്ല, അതുകൊണ്ട് ഇനി നാളെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റൂല. അതെന്തുകൊണ്ടാണ്? ഇന്നൽ ഖുദ്റത മനാതു തക്ലീഫ് എന്നൊരു തത്വമുണ്ട് ഉസൂൽ ഫിഖ്ഹിൽ. ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഖുദ്റത്തുണ്ടായിരിക്കണം. അപ്പൊ ഇന്നലെ നിയ്യത്ത് വെക്കാനുള്ള അവന്റെ അവസരം അവനില്ല. കാരണം ഇന്ന് രാവിലെയാണ് അവൻ നോമ്പിന്റെ കാര്യം അറിയണത്. അപ്പൊ അവന് തക്ലീഫ് ബാധകമാകുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പകലിൽ നിയ്യത്ത് വെച്ചിട്ട് അപ്പൊ തുടങ്ങിയാലും നോമ്പാവും. അതല്ലാത്ത നിലക്ക് നോമ്പുകളുടെ നിയ്യത്ത് രാത്രിയിലാണ് വേണ്ടത്. അതേപോലെ തന്നെ അത്താഴത്തിന്റെ കാര്യത്തിൽ പിന്നെ ചില ആളുകൾ അത്താഴം കഴിക്കാറില്ല. പല കാരണങ്ങളാണ്. അലസത ഒന്നുണ്ട്, മടി, ഉറക്കം ഒഴിവാക്കൽ, ആ സമയത്ത് ഉണരല്, പിന്നെ ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, ഇങ്ങനെ പലതും ഉണ്ടാകാറുണ്ട്. അത്താഴം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കാരണം നമ്മളൊക്കെ പലപ്പോഴും പകല് റംസാനിന്റെ ദിവസങ്ങളിൽ വലിയ വിശപ്പും പ്രയാസമൊന്നും ചിലപ്പോൾ ഉണ്ടാകാറില്ല. അത് നമ്മൾ അത്താഴത്തിന്റെ ഊക്ക് കൊണ്ടല്ല, അതിലുള്ള ബർക്കത്ത് കൊണ്ടാണ്. അല്ലാഹു തആല ഒരു വസ്തുവിലോ സമയത്തിലോ സ്ഥലത്തിലോ ബർക്കത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബർക്കത്ത് നമ്മൾ ആഗ്രഹിക്കണം. തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫി സഹൂരി ബറക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. പല കാര്യങ്ങളിലും ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. ഫിൽ ജമാഅത്തി ബർക്കത്തുൻ, ജമാഅത്തിൽ ബർക്കത്തുണ്ട്. സംഘടിതമായിട്ട് അത് പ്രബോധനമാണെങ്കിലും ശരി, ഭക്ഷണം കഴിക്കലാണെങ്കിലും ശരി, യാത്രയാണെങ്കിലും ശരി, അതിലൊരു ബർക്കത്തുണ്ട് എന്നാണ്. അങ്ങനെ അല്ലാഹ് ബർക്കത്ത് പറഞ്ഞ ഒന്നാണ് അത്താഴം. സ്വഹാബത്ത് പരസ്പരം അത്താഴത്തിന് ക്ഷണിക്കാറുണ്ട് സ്വഹാബികളെ. അവരെന്താ വിളിക്കുന്നത് അറിയോ? ബറക്കത്തിന്റെ ഭക്ഷണത്തിലേക്ക് വരുന്ന, അത്താഴം കഴിക്കാൻ വരുന്നല്ല, ബറക്കത്തിന്റെ ഭക്ഷണത്തിലേക്ക് വരൂ. കാരണം നബിയിൽ നിന്ന് അവർ പഠിച്ചത് അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും, ഗ്യാസും പ്രയാസമൊക്കെ. ഭക്ഷണം കഴിക്കണ്ട, കുറച്ച് ഈത്തപ്പഴെങ്കിലും തിന്നാം. അത് നിഅമ സഹൂറുൽ മുഅ്മിൻ അത്തമർ, ഈത്തപ്പഴം ഒരു സത്യവിശ്വാസിയുടെ എത്ര നല്ല അത്താഴമാണ് ഹദീസിൽ കാണാം. ഇനി ചിലപ്പോൾ ഈത്തപ്പഴം തിന്നാലും ചില ആളുകൾക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും. വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതും ഹദീസിലുണ്ട്, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാം. അപ്പൊ അതല്ലാണ്ട് സുബൈ വരെ കിടന്നുറങ്ങിയിട്ട് സുബൈക്ക് എണീറ്റ് പള്ളിയിൽ പോവുക, ഞാൻ നോമ്പുകാരനാണെന്ന് പറയാം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകരുത്. മുമ്പ് എണീറ്റിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നമ്മുടെ നോമ്പും ജൂതന്മാരുടെ നോമ്പും തമ്മിൽ വ്യത്യാസം എന്താണ്? അവർ അത്താഴം കഴിക്കാറുണ്ടായിരുന്നില്ല. അക്കലത്തെ സുഹൂർ, അതാണ് ഫസ്ലു മാ ബൈന സുയാമിന വ സുയാമി അഹ്ലിൽ കിതാബ്. വേദക്കാര നോമ്പും നമ്മുടെ നോമ്പും തമ്മിൽ വ്യത്യാസം, അവർ അത്താഴം കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പല വിഷയങ്ങളിലും നിങ്ങൾ ജൂതന്മാർക്ക് എതിരാകണമെന്ന് പറഞ്ഞല്ലോ, അതിലും ഏത് വരും? ഈ അത്താഴത്തിന്റെ വിഷയം വരും. പിന്നെ അത്താഴം വൈകിപ്പിച്ച് കഴിക്കുക, നേരത്തെ കഴിച്ച് കിടക്കല്ല. പണ്ടൊക്കെ ഈ വഴത് പരമ്പരകളോ പായും പുതപ്പൊക്കെ എടുത്ത് പോകല. ഇതിന് വഴതൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് 2:30 മണിക്ക് തിരിച്ചു വന്നിട്ട് തിന്നിട്ട് കിടത്താം. പിന്നെ സുബൈ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറേ കേട്ട് എണീക്കാം. അവിടുന്നൊക്കെ ഇപ്പം അൽഹംദുലില്ലാഹ് മാറിയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ 2-3 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ. ആ സിസ്റ്റം അല്ല. എന്തിനും ഒരു സുന്നത്തിന്റെ ഒരു രീതിയുണ്ട്. സുബൈയിലേക്ക് ഏറ്റവും അടുത്ത സമയത്തായിരിക്കണം. ശരി. രണ്ടാമത്തെ ഒരു കാര്യം,
ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം അവസാനിപ്പിക്കാം. നോമ്പ് തുറ, നോമ്പ് ഇപ്പോൾ എടുത്ത ആളുകൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നോമ്പ് തുറക്കും. പക്ഷെ അതിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ചില ആളുകൾ ഇത് ഈത്തപ്പഴം അങ്ങനെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പള്ളിയിലെ ബാങ്ക് കൊടുത്തോ, ഈ പള്ളിയിലെ ബാങ്ക് കൊടുത്തോ, അങ്ങനെ സകല പള്ളിയിൽ നിന്നും ബാങ്ക് കൊടുത്തിട്ട് അവൻ നോമ്പ് തുറക്കും. ചില ആളുകൾ അല്ലാഹു അക്ബർ കേട്ടാൽ നോമ്പ് തുറക്കൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും നോമ്പ് തുറക്കും. അങ്ങനെയല്ല. ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്നിടത്തോളം ഖൈറിലായിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളിലും സ്വഭാവങ്ങളിലും പെട്ടത് നബിമാരുടെ സ്വഭാവമായിരുന്നു. അതിൽ ഒന്നെന്താണ്? വേഗം നോമ്പ് തുറക്കുക. വേഗം നോമ്പ് തുറക്കുക പറഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നോമ്പ് തുറക്കുക എന്നല്ല, ഒരുങ്ങിയിരിക്കുക. ബാങ്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഉടനെ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുണ്ട്, കാന യുഫ്തിറു അലാ റുതുബാത്ത്, പഴുത്ത ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കുക. ഫൈലം തകുൻ റുതുബാത്ത്, പഴുത്തത് ഇല്ലെങ്കിലോ ഫഅലാ തംറാത്ത്, അപ്പോൾ ഉണങ്ങിയ കാരക്ക. ഫൈലം തകുൻ, അതും ഇല്ലെങ്കിലോ ഹസവാത്തും മിൻമാ, കുറച്ച് വെള്ളം കുടിക്കുക. അപ്പോൾ അവിടെ ഒരു ക്രമമുണ്ട്. പഴുത്ത ഈത്തപ്പഴം, അതില്ലെങ്കിൽ ഉണങ്ങിയത്, അതില്ലെങ്കിൽ പച്ചവെള്ളം. ഇതല്ലാത്ത മറ്റു ഭക്ഷ്യവസ്തുക്കൾ തിന്നാൻ പാടില്ല എന്നല്ല, അവിടെയും ഒരു പ്രതിഫലത്തിൻ്റെ ഒരു മേഖലയുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ നോമ്പ് തുറക്കാൻ സന്ദർഭത്തിലും നമ്മൾ പാലിക്കാണ് ചില ഇസ്ലാമികമായ മര്യാദകൾ. ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ബിസ്മി ചൊല്ലി കഴിക്കുക, വലത്തേ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നോമ്പ് തുറക്കുമ്പോൾ പോലും ഇടത്തേ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. അതൊരു ശരിയായ രീതികളല്ല. അതുപോലെ തന്നെ ഈ നമ്മളെ വീടുകളിലൊക്കെ ഈ സമൂഹ നോമ്പ് തുറ, അത് പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ഈ നടന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇങ്ങനെ കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്ന പ്രവണത പലപ്പോഴും കാണാറുണ്ട്. അപ്പം അതൊന്നും ഒരു ശരിയായ രീതികളല്ല. ഇസ്ലാം പഠിപ്പിച്ച എല്ലാ ആദാബുകളും എല്ലായിടത്തും നമ്മൾ പാലിക്കണം. ഇപ്പോൾ ഒരാൾ ഇരുന്ന് ഒരു ഭക്ഷണം വെള്ളം കുടിച്ചാൽ അതിന് 4-5 പ്രതിഫലമായി. ബിസ്മി ചൊല്ലി കുടിക്കുകയാണ്, അതിലേക്ക് ഊതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ നിയത്തിൽ ഊതാതെ കുടിച്ചാൽ അതിന് പ്രതിഫലമാണ്, നിയത്തിന് കൂലിയുണ്ട്. ഇരുന്ന് കുടിക്കുന്നു, ഒരു ഗ്ലാസ് 3 തവണയായി കുടിക്കുന്നു, വലത്തേ കൈ കൊണ്ട് കുടിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഓരോന്നും പാലിക്കുമ്പോൾ ഒറ്റ ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ എത്രയോ പ്രതിഫലമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴും ശ്രദ്ധിക്കുക. അതേപോലെ നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരമുണ്ട്, പ്രത്യേകിച്ചും അവസാന സമയങ്ങളിൽ. അതുകൊണ്ട് ആ സമയത്ത് സംസാരിച്ചിരിക്കുകയല്ല വേണ്ടത്, നമ്മൾ കഴിയുന്നിടത്തോളം ദുആകളും മറ്റും നിർവഹിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് ക്ഷമിക്കും, ഇൻഷാ അല്ലാഹ് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതുകൂടി സൂചിപ്പിക്കട്ടെ, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. അതിൽ ഒന്ന് മനഃപൂർവ്വം തിന്നലാണ്. മറന്ന് തിന്നാൽ എല്ലാവർക്കും അറിയാം നോമ്പ് മുറിയില്ല. ചിലപ്പോൾ സാധാരണ ഇപ്പോൾ കഴിഞ്ഞ റമദാൻ നോമ്പ് എടുത്തതാണ്, വലിയ പരിചയമൊന്നുമില്ല. ഇന്ന് നോമ്പ് ഫസ്റ്റിലൊക്കെ 8-10 മണിയാകുമ്പോൾ ചിലപ്പോൾ അറിയാണ്ട് വെള്ളം കുടിച്ചതൊക്കെ വരും. അങ്ങനെ കുടിച്ചാൽ തന്നെ മനഃപൂർവ്വമാണെങ്കിൽ നോമ്പ് മുറിയും, മനഃപൂർവ്വം അല്ലെങ്കിൽ നോമ്പ് മുറിയുകയില്ല. മറന്ന് തിന്നതാണോ എങ്കിൽ നോമ്പ് മുറിയില്ല. പിന്നെ മനഃപൂർവ്വം ഛർദ്ദിക്കുക, മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. ഈ മനഃപൂർവ്വം ഛർദ്ദിക്കൽ, രാത്രി അത്താഴമൊക്കെ കഴിച്ച് ചില ആളുകൾക്ക് രാവിലെ ഒരു ഗ്യാസോ പ്രയാസോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ മനം പുരട്ടുക എന്ന് പറയും, അസ്വസ്ഥത വരുന്നുണ്ട്, എന്നാൽ ഛർദ്ദിക്കണമില്ല. വയറിന് സുഖമില്ല, തലവേദനയും വരുന്നുണ്ട്. അപ്പം ഇവർക്കൊന്നും ഛർദ്ദിച്ച് കിട്ടിയാൽ ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. അപ്പം ചിലവരെന്ത് ചെയ്യും, വായിലേക്കുള്ള കൈയിട്ടത് കൊടുത്താൽ അപ്പോൾ അങ്ങോട്ട് പോകുന്നോളും. അത് ഛർദ്ദിക്കൽ, മനഃപൂർവ്വം ഛർദ്ദിക്കലാണ്. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. ഹദീസിൽ കാണാം, ഒരാൾക്ക് ഛർദ്ദി വന്നാൽ ഫലൈസ അലൈഹി ഖളാ, ഛർദ്ദി വരികയാണ് സ്വയം, നോമ്പ് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയൂല. ഒമനിസ്തഖാ, മനഃപൂർവ്വം ഛർദ്ദിച്ചാലോ അംദൻ ഫൽയഖ്ദി, അവൻ എന്ത് ചെയ്യണം, ആ നോമ്പ് നോറ്റ് വീട്ടണം. അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ആർത്തവ രക്തം, പ്രസവ രക്തം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് നോമ്പ് എടുത്ത് ബാങ്കിൻ്റെ 1 മിനിറ്റ് മുമ്പാണെങ്കിൽ പോലും നോമ്പ് മുറിഞ്ഞു. ആ നോമ്പ് അവർ പിന്നീട് എന്താണ്, നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. 1 മിനിറ്റ് അല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മിനിറ്റ് അല്ലേ ഉള്ളൂ എന്ന് പറയാം നമ്മൾ പറ്റൂല. ബാങ്കല്ല കേട്ടോ, ബാങ്ക് ചിലപ്പോൾ പല പള്ളിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സമയം വൈകി കൊടുക്കും. അതല്ല, നോമ്പ് തുറക്കാനും ബാങ്ക് ഒരു നിയമമേ അല്ല. നോമ്പ് ബാങ്ക് സൂര്യാസ്തമയ സമയമാണ് കണക്ക്. അപ്പം സൂര്യാസ്തമയം ഇത്ര മണിക്കാണ് എന്ന് നമ്മൾ ഏത് കലണ്ടറിൽ നോക്കിയാലും കിട്ടും. ആ ടൈമാണ് നോക്കേണ്ടത്. അങ്ങനെ ബാങ്ക് ചിലപ്പോൾ ആ പള്ളിയിൽ നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഈ പള്ളിയിൽ നിന്ന് 3 മിനിറ്റ് കഴിഞ്ഞിട്ട്, ചില പള്ളിയിൽ നിന്ന് 1 മിനിറ്റ് നേരത്തെ, അതൊക്കെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അത് അവിടുത്തെ വാച്ചനുസരിച്ച് കൊണ്ടാണ്. എന്നാൽ കലണ്ടറിൽ കാണാം. അപ്പം ഇന്ന് നമുക്ക് ഗൂഗിൾ സെർച്ച് നടത്തിയ സൂര്യാസ്തമയ ടൈം ഉറപ്പാണ്. അതിൻ്റെ മുമ്പാണോ ഈ ആർത്തവവും പ്രസവരക്തം തുടങ്ങിയത്, ആ നോമ്പ് എന്ത് ചെയ്യും, അവസാനിക്കും. ആ നോമ്പ് ഇല്ല, പിന്നെ അവർ ആ നോമ്പ് എന്ത് ചെയ്തതാണ്, നോറ്റ് വീട്ടേണ്ടതാണ്.
അതുപോലെ തന്നെ നോമ്പ് മുറിയുന്ന മറ്റൊരു കാര്യമാണ്, ഒരാൾക്ക് അസുഖം വന്നു, ക്ഷീണം വന്നു, ക്ഷീണം അകറ്റാനും അയാൾക്കൊരു ഊർജവും ഒരു ശക്തിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഇപ്പം ലിക്വിഡായിട്ട് നമ്മൾ ഈ ഗ്ലൂക്കോസൊക്കെ കയറ്റുന്നുണ്ടല്ലോ, അത് അവൻ്റെ ശരീരത്തിന് കൊടുക്കുന്ന ഊർജമാണ്. അതിലൂടെ നോമ്പ് മുറിയും. ആ ഭക്ഷണമായിക്കൊണ്ടോ ഭക്ഷണത്തിൻ്റെ സ്ഥാനത്തോ ഭക്ഷണത്തിൻ്റെ ആ ഗുണം നൽകുന്നതോ ആയ വസ്തുക്കൾ ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അതിലൂടെ നോമ്പ് നഷ്ടപ്പെടും. എന്നാൽ ഒരാൾക്ക് പനി ബാധിച്ചു, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു മുറിവുണ്ടായി, ഇപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, ആ ഇഞ്ചക്ഷൻ എന്തല്ല, നോമ്പ് മുറിയുന്നതല്ല. അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡിൽ കുറച്ചെടുത്തു, അതിന് ഇഞ്ചക്ട് ചെയ്തു, അല്ലെങ്കിൽ മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു, അതിലൂടെ നോമ്പ് മുറിയില്ല. ഭക്ഷണമായിക്കൊണ്ടോ ഭക്ഷണത്തിന് പകരമായിക്കൊണ്ടോ നോമ്പുകാരന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഊർജം, ശക്തി എന്ന നിലക്കോ അവന് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതിലൂടെ എന്ത് ചെയ്യും, നോമ്പ് മുറിയുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാര ശേഷം അത്യാവശ്യം നമുക്ക് പഠിക്കാനും സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്നുകൂടി ഇരുന്ന് നമുക്ക് പരസ്പരം ചോദിച്ച് മനസ്സിലാക്കാം. അതിൽ നമുക്ക് വരേണ്ട വിഷയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്ക് വരികയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അറിയാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുകൊണ്ടാണ് കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഗൈരിൽ മഗ്ലൂബി അലൈഹിം, കോപത്തിന് വിധേയരായ ആളുകൾ, അവർ അറിഞ്ഞിട്ട് പ്രവർത്തിക്കാത്തവരാ, വലദ്ദാലീൻ, അത് അറിയാതെ പ്രവർത്തിക്കുന്നവരാ, രണ്ടും ആകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അറിയുക, പഠിക്കുക, റമദാനിനെയും നോമ്പിനെയും ഉപയോഗപ്പെടുത്തേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഖൈറും നന്മയും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.